യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വെള്ളിയാഴ്ച മുഴുവനും അസ്വസ്ഥതകളുടെ ആരവങ്ങളുടെ ആഴ്ചയായിരുന്നു. പ്രത്യേകിച്ചും ദുഃഖ വെള്ളിയാഴ്ച യെരുശലേം നഗരവീഥി മുഴുവനും ഇളകിമറിഞ്ഞു. ആൾക്കൂട്ടവും ആരവവും. ഗോഗുൽത്തായിൽ പൂർത്തിയായ യേശുക്രിസ്തുവിൻ്റെ ആ ജീവിതം സമ്പൂർണ്ണ ബലിയായി അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും മൗനത്തിൻ്റെ മണിക്കൂറാണ്. ഈ മണിക്കൂറുകൾ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിൻ്റെയും അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കാതെ ഭയവിഹ്വലരായി ചിതറിപ്പോയ അനുഭവമായിരുന്നു. പീലാത്തോസിനെ സംബന്ധിച്ചും ഹെറോദേസിനെ സംബന്ധിച്ചും വല്ലാത്ത ഭയം പിടികൂടിയ മണിക്കൂറുകളായിരുന്നു. അതിലൊക്കെ ഉപരിയായി യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ആസൂത്രിതമായി നേതൃത്വം നൽകിയ പ്രധാനാചാര്യനും ഫരിസേയരും അവരോട് ചേർന്ന് നിന്ന സമൂഹവും ഏറെ അസ്വസ്ഥമായി. ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഗ്രഹിക്കാൻ സാധിക്കാതിരിക്കുന്ന അനേകര് ഒരുപക്ഷേ എല്ലാം അവസാനിച്ചു, അവർ വിജയം കൈവരിച്ചു എന്ന് സമാധാനിക്കുന്നുണ്ടാവാം. ലക്ഷ്യം സാധിച്ചു എന്നുള്ള സംതൃപ്തി ചിലരനുഭവിക്കുന്നുണ്ടാവും. യേശുക്രിസ്തുവിനെ കീഴടക്കാൻ, യേശുക്രിസ്തുവിൻ്റെ സ്വരം അവസാനിപ്പിക്കാൻ, യേശുക്രിസ്തുവിൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ, യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് ആശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് നേതൃത്വം നൽകിയവരെല്ലാം ഭയവിഹ്വലരായി. ദുഃഖവെള്ളിയാഴ്ച യേശു കുരിശിൽ മരിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അവരെ ഭയചകിതരാക്കി. തുടർന്ന് ആ രാത്രി തീർച്ചയായും അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇനിയുമുള്ള കാര്യങ്ങൾ ഇരുട്ടിൻ്റെ സന്തതികളോട് ചേർന്ന് അവരാലോചിക്കുകയായിരുന്നു. ഈ കല്ലറ അടഞ്ഞു തന്നെ കിടക്കണം, ഈ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തണം, ഈ കല്ലറ മുദ്ര വെച്ച് ഭദ്രമാക്കണം. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, സത്യത്തിൻ്റെ ഉയർപ്പ്, നീതിമാൻ്റെ ഉയർപ്പ്, ദൈവപുത്രൻ്റെ ഉയർപ്പ് തടഞ്ഞു നിർത്താൻ ഇരുട്ടിൻ്റെ സന്തതികൾ ആസൂത്രിതമായി കരുക്കൾ നീക്കി. അവർ പീലാത്തോസിൻ്റെ അടുത്തു ചെന്ന് അവരുടെ ആശങ്കകൾ അറിയിച്ചു. അവൻ്റെ ശിഷ്യന്മാരൊരു പക്ഷേ ഇവനെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയർത്തു എന്ന് പറയും. അത് കൂടുതൽ അപകടകരമാകും. അതുകൊണ്ട് കാവലേർപ്പെടുത്തണം. പീലാത്തോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കാവൽക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് ആവും വിധം നിങ്ങൾ സംരക്ഷണം നൽകുക. പ്രിയപ്പെട്ടവരെ, അർത്ഥപൂർണമായ ഒന്നാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്താൻ ആർക്കാവും? ഈ ചരിത്രത്തിൽ എത്രയോ വ്യക്തികൾ, ഭരണാധികാരികൾ പലതരത്തിലുള്ള
മാർഗങ്ങൾ ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ തടഞ്ഞു നിർത്താൻ, യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ, ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയെ പ്രതിരോധിക്കാൻ, യേശുക്രിസ്തുവിൻ്റെ പിന്തുടർച്ചയായ ഈ സഭാ സമൂഹത്തെ നിർവീര്യമാക്കാൻ, അപ്രസക്തമാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പരാജയമായിരുന്നു എന്നുള്ളത് നാം തീർച്ചയായും മനസ്സിലാക്കും. ഇതാരംഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഖബറിടത്തിൽ നിന്നുമാണ്. യേശുക്രിസ്തുവിൻ്റെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മരിച്ചവനെ പിന്തുടർന്ന് വീണ്ടും ഒരർത്ഥത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അസാധാരണമായ ഒന്നാണ്. കാരണം യേശുക്രിസ്തു സത്യമാണ് എന്ന് അവിടെ മനസാക്ഷി അവരോട് മന്ത്രിക്കുന്നുണ്ടാവും. അവർക്കാവും വിധം അവർ കാവൽക്കാരെ നിർത്തി ഭദ്രമാക്കി, കല്ലുരുട്ടി വെച്ചു, കല്ലിന് മുദ്ര വെച്ചു. മാനുഷികമായ നിലയിൽ ആർക്കും മോഷ്ടിക്കാൻ സാധിക്കാതെ വണ്ണം, ഈ കബറിടം തുറക്കാൻ സാധിക്കാതെ വണ്ണം എല്ലാം ഭദ്രമാക്കി. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവീകമായ മഹത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു തെളിവ് കൂടിയായി അത് മാറി. മാനുഷികമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കിക്കൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. എല്ലാ കബറിടവും അടഞ്ഞു കിടക്കുമ്പോൾ, എല്ലാ കബറിടവും അടഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു കബറിടം ഇതാ തുറന്നു കിടക്കുന്നു. അതാണ് ഈ ലോകത്തിനുള്ള ഏറ്റവും വലിയ സുവിശേഷം. ഈ തുറക്കപ്പെട്ട കബറിടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് തീർച്ചയായും കബറിടത്തെ ധ്യാനിക്കാൻ നാം തയ്യാറാവണം. നമ്മുടെ മരണത്തെ ധ്യാന വിഷയമാക്കാൻ നാം തയ്യാറാവണം. തുറക്കപ്പെട്ട കല്ലറയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ജീവിതത്തെ നാം വ്യാഖ്യാനിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ കബറിടം, ആ കബറിടം നമ്മുടെ മരണത്തെപ്പറ്റി ചിന്തിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മെ സഹായിക്കും. അതോടൊപ്പം നാം ഓർമ്മിക്കണം, യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു വിശ്രമമായിരുന്നു. നിരാശയോടെ നിലവിളിച്ച് അലമുറയിട്ട് അവസാനിക്കുന്ന ഒരു ജീവിതമായിരുന്നില്ല. ശാന്തമായി പിതാവേ, അവിടുത്തെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിതാവിൻ്റെ തൃക്കരങ്ങളിൽ തലചായ്ക്കുകയായിരുന്നു. അമ്മയുടെ മടിത്തട്ടിൽ ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെയാണ് യേശു കുരിശിൽ ഉറങ്ങിയത്. രണ്ടാമതായി യേശു വിശ്രമിച്ചു. ഈ മരണം ഒരു വിശ്രമമായി മാറി. പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ശരീരം. മൂന്നാമതായി പരേതരോടൊപ്പം വിശ്രമിക്കുന്ന യേശുക്രിസ്തു. അതാണ് ഈ കബറിടത്തിൽ നാം കണ്ടെത്തുന്നത്. ഈ കബറിടം യഥാർത്ഥത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും, ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രത്യാശയുടെ ഇടമാണ്. ഈ കബറിടത്തിൽ അവിടുന്ന് പാർത്തുകൊണ്ട് മരണത്തിലൂടെ കടന്നുപോയ എല്ലാ പരേതരെയും അവിടുന്ന് സന്ദർശിച്ചു. രക്ഷയുടെ മാർഗം തുറന്നു കൊടുത്തു. ഈ കല്ലറ തുറക്കപ്പെടുന്നതിലൂടെ എല്ലാ കല്ലറകളും തുറക്കപ്പെടാനുള്ളതാണ് എന്നുള്ള പാഠം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. വിശുദ്ധരുടെ കബറിടം നാം തുറന്ന് പരിശോധിക്കാറുണ്ട്. രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്
യേശുവിനെ അനുഗമിച്ചുകൊണ്ട് ജീവിച്ച, പുണ്യജീവിതം നയിച്ച, യേശുവിനെ മുൻനിർത്തി ജീവിച്ച ഓരോ വ്യക്തിയും യേശുവിൻ്റെ കബറിടം തുറക്കപ്പെട്ടതുപോലെ അവരുടെ കബറിടം തുറന്ന് പരിശോധിച്ച് അവർ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന് നാമകരണ നടപടികളിൽ നാം ഏർപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ കല്ലറ തുറക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതമാണ് തുറക്കപ്പെടുന്നത്. തുറന്നു കിടക്കുന്ന കല്ലറ, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒന്നാണ്. കല്ലറയിൽ അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം. ആ കബറിടത്തിൽ നിന്നും യേശുവിനോടൊപ്പം ശയിച്ച് യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാനുള്ളവരാണ് നാം ഓരോരുത്തരുമെന്നുള്ള ആ ഒരോർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ മരണമെന്നുള്ളത് നമുക്ക് നിരാശപ്പെടുത്തുന്ന ഒന്നല്ല, ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ധ്യാനിച്ച് ഗ്രഹിക്കാനുള്ള ഒരവസരമാണ് യേശുവിൻ്റെ കബറിടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. തീർച്ചയായും ഈ ദിവസം നമ്മുടെ പരേതരെ നാം ഓർമ്മിക്കുന്നു, പരേതർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു മരണത്തെ മായിച്ച് മരണമില്ലായ്മയെ നമുക്ക് നൽകിയതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, മരണമേ നിൻ്റെ വിജയം എവിടെയെന്ന്. മരണത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മരണത്തെ മായിച്ച് മരണത്തെ കൊന്ന് നമുക്ക് മരണമില്ലായ്മ നൽകി എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതും നമുക്ക് ഓർമ്മിക്കാം. അതോടൊപ്പം നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടഞ്ഞു കിടക്കുന്ന ഈ കല്ലറയ്ക്കുള്ളിൽ സത്യത്തെ മറച്ചു വയ്ക്കാൻ, ജീവനെ മറച്ചു വയ്ക്കാൻ, നന്മയെ മറച്ചു വയ്ക്കാൻ, രക്ഷകനെ മറച്ചു വയ്ക്കാനുള്ള മനുഷ്യൻ്റെ വ്യർത്ഥമായ പരിശ്രമമാണ്. അതും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ദുഃഖവെള്ളിയും ദുഃഖശനിയും തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം മൂടിവെക്കാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരാം, പക്ഷേ അത് താൽക്കാലികമാണ്. അസത്യത്തിൻ്റെ വിജയം മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്ന സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ കബറിടം എന്ന്. അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളും പുണ്യജീവിതം നയിച്ചവരുമായ വ്യക്തികൾ, അവരുടെ ജീവിതം ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അവസാനിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതവും അവസാനിപ്പിക്കാൻ ഭരണാധികാരികൾ രംഗത്തു വന്നു. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടായത്. യേശുക്രിസ്തുവിൻ്റെ കബറിടത്തോട് ചേർന്ന് എത്രയോ കബറിടങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. അതേ തുടർന്ന് നാളിതുവരെയും യേശുവിനെ മുൻനിർത്തി ജീവിച്ച് യേശുക്രിസ്തുവിൻ്റെ കബറിടത്തോട് ചേർന്ന് കബറിടം തീർത്തിട്ടുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സമൂഹമുണ്ട്. നാം ആഗ്രഹിക്കേണ്ടത് അതാണ്. യേശുക്രിസ്തുവിൻ്റെ കബറിടത്തോട് ചേർത്ത് നമ്മളുടെ കബറിടം തീർക്കാൻ നമുക്ക് സാധിക്കുക. യേശുക്രിസ്തുവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് യേശുക്രിസ്തുവിൻ്റെ കബറിടത്തോട് ചേർത്ത് കബറിടം തീർക്കാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിനോടൊപ്പം പീഡയേൽക്കുകയും യേശുക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ചെയ്യുന്നവർക്ക് യേശുക്രിസ്തുവിനോടൊപ്പം ഇതുപോലെ നിദ്ര കൊള്ളാൻ സാധിക്കും. യേശുക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും എന്നുള്ളതും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ മരണത്തെ ഒരു വിശ്രമമായി, ഒരു ഉറക്കമായി യേശു നമുക്ക് കാണിച്ചു തരുന്നു. ആ ഉറക്കം താൽക്കാലികമായ ഉറക്കമാണ് എന്നുള്ള പാഠം നമുക്ക് നൽകുകയും നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മളുടെ ജീവിതത്തിൽ തന്നെ
ഇതുപോലെ നമ്മുടെ ജീവിതത്തെ മൂടിക്കളയുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് ഒരു കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടിരുന്നു. ജീവിതത്തിൽ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് കഴിയുന്നവരുണ്ട്, കല്ലറയിൽ ബന്ധിതരായി കഴിയുന്നവരുണ്ട്. ജഡത്തിൻ്റെ കല്ലറയിൽ, ഭൗതികതയുടെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരുന്നവൻ യേശുക്രിസ്തുവിൽ ഉദ്ധാനം ചെയ്ത് ജീവിച്ചതിൻ്റെ ഒരനുഭവമാണ് യഥാർത്ഥത്തിൽ അഗസ്തീനോസിൻ്റെ ജീവിതം. ഇതുപോലെ പിന്തുടർന്ന വ്യക്തികൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, സക്കേവൂസ് മനുഷ്യരുടെ ആരവങ്ങൾക്കിടയിൽ അടയ്ക്കപ്പെട്ടിരുന്നവൻ യഥാർത്ഥത്തിൽ എന്താണ്? യേശുക്രിസ്തുവിന് അവൻ്റെ ഭവനം മാത്രമല്ല, ഹൃദയനായ യേശുവിന് തൻ്റെ ഹൃദയവും തുറന്നു കൊടുത്തുകൊണ്ട് ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ഭൗതികതയുടെ, സമ്പത്തിൻ്റെ കല്ലറയ്ക്കുള്ളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ, ദാരിദ്ര്യവ്രതത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ നമുക്കറിയാം. ഈ ലോകത്തിൽ നമ്മെ മൂടിക്കളയുന്നതെല്ലാം കല്ലറയുടെ അനുഭവമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നാം ആരും കല്ലറയിൽ പാർക്കാനുള്ളവരല്ല, ആരെയും കല്ലറയിൽ എന്നും നിത്യതയിൽ സൂക്ഷിക്കാനുള്ളവരല്ല. മറിച്ച് നാം വെളിച്ചത്തിലേക്ക് കടന്നു വരേണ്ടവരാണ് എന്നുള്ള ആ ഒരു പാഠം തീർച്ചയായും നാം ഓർമ്മിക്കണം. യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിനുള്ള ഉദാഹരണം, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് 3 വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3 വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ ലാസറിൻ്റെ ഉയർപ്പിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. തൻ്റെ ജീവിതവുമായി അത്രമാത്രം ബന്ധവുമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അത് ഒരു പാഠമായി തീരുന്നുവെന്നുള്ളതും നാം ഓർമ്മിക്കണം. ലാസർ രോഗിയായി, ലാസർ മരിച്ചു, ലാസർ സംസ്കരിക്കപ്പെട്ടു, ലാസറിൻ്റെ ശരീരം അഴുകിത്തുടങ്ങി. അപ്പോഴാണ് യേശു അവിടേക്ക് കടന്നു വരുന്നത്. ഗ്രാമ കവാടത്തിൽ തന്നെ ലാസറിൻ്റെ സഹോദരി മാർത്തയെത്തി കണ്ണീരൊഴുക്കി പരാതി പറഞ്ഞു. നീ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുമായിരുന്നില്ല എന്ന് അവൾ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ കബറിടം ഒരിക്കലും അടഞ്ഞുകിടക്കുകയില്ല എന്നുള്ള സന്ദേശമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കബറിടം ഒരിക്കലും അടഞ്ഞുകിടക്കില്ല. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവരുടെ ജീവിതം ഒരിക്കലും കബറിടം പോലെ നിർജീവമായി തീരുകയില്ല എന്നുള്ളതാണ്. തേജസ്സുള്ളതായിത്തീരും. അവരിൽ നിന്ന് പ്രകാശം, ചലനാത്മകത മറ്റുള്ളവരിലേക്ക് പകരാൻ ഇടയായി തീരുകയും ചെയ്യും. നീ ഇത് വിശ്വസിക്കുന്നുവോ? ഈ ചോദ്യമാണ് മാർത്തയുടെ മുമ്പിൽ യേശു ഉയർത്തിയത്. നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അവൾ ഭവനത്തിലേക്ക് ഓടി മാർത്തയോട് പറഞ്ഞു, മാർത്ത മറിയത്തോട് പറഞ്ഞു, ദാ യേശു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവരൊന്നു ചേർന്ന് ലാസറിനെ ഓർത്ത് കരഞ്ഞു. ലാസറിൻ്റെ കബറിടത്തിലേക്ക് അവർ പോയി. ആ കബറിടത്തിൽ നിന്നും മടങ്ങി വരുന്നത് അടഞ്ഞ കല്ലറയ്ക്ക് മുമ്പിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവർ മടങ്ങി വരികയല്ല. ആ കല്ലറ തുറക്കപ്പെട്ടു. യേശുക്രിസ്തു വചനത്താൽ ആ കല്ലറയിൽ നിന്നും
മരിച്ചവനെ പുനർജീവിപ്പിച്ചു. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും യേശുക്രിസ്തുവിൻ്റെ വചനവും നമ്മെ ജീവനിലേക്ക് നയിക്കുന്നു. അടയ്ക്കപ്പെട്ട എല്ലാ അവസ്ഥകളിൽ നിന്നും പുതുജീവനിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരുന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും യേശുക്രിസ്തുവിൻ്റെ വചനവുമാണ്. യേശുക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുന്ന യേശുക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം, ഏറ്റവും പൂർണ്ണമായ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വചനത്തിലൂടെയും അനുരഞ്ജനത്തിൻ്റെ കൂദാശയിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും നാം നിരന്തരം ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് നാം ഓർമ്മിക്കണം. മരിച്ചവരെ പോലെ കഴിയുന്ന മനുഷ്യരുണ്ട്. അടയ്ക്കപ്പെട്ട കല്ലറകൾ കഴിയുന്നവരെ പോലെ കഴിയുന്നവരുണ്ട്. ഈ കല്ലറകളിൽ നിന്നും പുറത്തു വരാനുള്ള ആഹ്വാനമാണ് നാം ഇവിടെ സ്വീകരിക്കേണ്ടത്. അവൻ്റെ കെട്ടുകൾ അഴിക്കുവീനെന്ന് ചുറ്റും നിന്നവരോട് പറഞ്ഞു. ആരെയും മൂടി വെച്ച് കെട്ടിയിട്ട് പരേതരെ പോലെ കബറിടത്തിൽ ഒതുക്കുക സാധ്യമല്ല. ഇതുപോലെ മറ്റുള്ളവരുടെ മുഖം കാണാൻ സാധിക്കാതെ, യഥാർത്ഥ മുഖം കാണാൻ സാധിക്കാതെ, അവരെപ്പറ്റി തെറ്റായ ധാരണ നൽകിക്കൊണ്ട്, അവരുടെ വ്യക്തിത്വത്തെ വികലമാക്കിക്കൊണ്ട് അവരെ മൂടിയിട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ടാവാം. പലതരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ടാവാം. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ, അവരുടേതായ കബറിടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ആര് കെട്ടിയിട്ടോ അവരെ ആ കെട്ടുകൾ അഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. നാം ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ന് യേശുവിൻ്റെ കബറിടത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ നാം ധ്യാനിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ ആരെയെങ്കിലും കബറടക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ കബറിലാണോ എന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതം അസഹ്യമാക്കിക്കൊണ്ട് ആരെയെങ്കിലും ഞാൻ കബറിലാക്കിയിട്ടുണ്ടോ എന്ന് അവരെ സ്വതന്ത്രമാക്കാൻ നാം തീർച്ചയായും പരിശ്രമിക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ചുപോയവരെ നാം ഓർമ്മിക്കണം. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുണ്ട്. അവരെ ഈ ദിവസം പ്രത്യേകിച്ച് നാം ഓർമ്മിച്ച് യേശുക്രിസ്തുവിൻ്റെ ആ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടാൻ വിശ്വാസത്തോടെ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനുമുള്ള ഒരവസരമാണ്. അതോടൊപ്പം ഒന്നുകൂടി നാം ഓർമ്മിക്കുക, ഈ പുതുജീവനിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മാമോദിസായിലെ വാഗ്ദാനങ്ങളെ നവീകരിച്ചുകൊണ്ട് തേജസ്സുകളായി ഉദ്ധിതനായ യേശുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് കബറിൽ ഉറങ്ങിയത് നിത്യമായ ഒരു ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും രക്ഷിക്കാനാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. സത്യത്തെ മൂടിവെച്ചിരിക്കുന്ന അവസ്ഥകൾ, അനീതി നിലനിൽക്കുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം താൽക്കാലികമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ പ്രത്യാശയോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കാനും ആവശ്യമാകുന്ന പ്രത്യാശ ഈ കബറിടത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയായിത്തീരണമേ. തുറക്കപ്പെട്ട കല്ലറ ധ്യാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.